കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ന് തീരുമാനമാകും. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് സമിതിയും ചേരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തർക്കമണ്ഡലങ്ങളിൽ തീരുമാനമായില്ല. തർക്ക സീറ്റുകളിൽ വി എം സുധീരൻ ഉമ്മൻചാണ്ടിയും നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. വിവരങ്ങളുമായി സവാദ് മുഹമ്മദ് ചേരുന്നുണ്ട്. സവാദ്, യോഗം തുടങ്ങി കുറെ സമയമായി, എന്തെങ്കിലും ധാരണകൾ ആകുന്നുണ്ടോ? അറുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്നലെ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. അമ്പലപ്പുഴ ജെഡിയുവിൽ നിന്ന് തിരിച്ചെടുത്തേക്കും പകരം ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും മത്സരിക്കും. സവാദ് മുഹമ്മദിന്റെ ഡൽഹിയിൽ നിന്ന്. സവാദ്, ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനം ആയിട്ടുണ്ടോ? അമ്പലപ്പുഴ അത് ഷാനിമോൾ ഉസ്മാന്, അതുപോലെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ധാരണ? പ്രസാദ്, നേരത്തെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കൊല്ലം ജില്ലയിലെ സീറ്റുകളെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിരുന്നില്ല. കാരണം ഘടകകക്ഷികളുമായി നിരവധി തർക്കങ്ങളുള്ള ഒരു ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ആദ്യം തന്നെ പരിഗണിച്ചത് ഈ സീറ്റുകളാണ്. ഈ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ 6 സീറ്റുകളിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയായതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ബിന്ദു കൃഷ്ണക്ക് സീറ്റ് നൽകാനുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും, പത്തനാപുരത്ത് നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സിനിമാ നടൻ ജഗദീഷിനും സീറ്റ് നൽകാനുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ലക്ഷ്മി ആർ നായരും, കരുനാഗപ്പള്ളിയിൽ TR മഹേഷും, ചാത്തന്നൂരിൽ ശൂരനാട് രാജശേഖരനും സീറ്റ് നൽകാനുള്ള ധാരണ ഉണ്ടായതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജെഡിയുമായി തർക്കത്തിലുണ്ടായിരുന്ന അമ്പലപ്പുഴ സീറ്റിന്റെ കാര്യത്തിലും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയായതാണ് അറിയുക. അമ്പലപ്പുഴ ജെഡിയുവിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിക്കും. അവിടെ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഘടകകക്ഷികളുമായി തർക്കത്തിലുള്ള സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നടക്കുന്നത്. മറ്റ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലെ തർക്കങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഘടകകക്ഷികളുമായുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉള്ള ഒരു തർക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത ശേഷം, ധാരണയിൽ എത്തിയ ശേഷമായിരിക്കും ഇതിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ചർച്ച ഉണ്ടാവുക. ചർച്ച ഉണ്ടായാൽ പോലും അതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമോ ധാരണയോ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിലുള്ള പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. ഇതിനുശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനവും ഉണ്ടാവുക. പ്രസാദ്. സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. അമ്പലപ്പുഴ ജെഡിയുവിൽ നിന്ന് തിരിച്ചെടുക്കാനാണ് സാധ്യത. പകരം ഷാനിമോൾ ഉസ്മാൻ അവിടെ സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്കാണ് സാധ്യത. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും മത്സരിക്കും. പത്തനാപുരത്ത് ജഗദീഷ്, കൊട്ടാരക്കരയിൽ രശ്മി ആർ നായർ എന്നിവരുടെ കാര്യവും ധാരണ ആകുന്നു.